പറയാൻ പോകുന്ന നീലക്കുറിഞ്ഞിയുടെയും 5 മക്കളുടെയും കഥ. ഒരു ദിവസം ഒരു പാറമ്പുറത്തെ നീലക്കുറിഞ്ഞിയാര് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചക്കര കൊണ്ടുവന്ന ആളിനെ കണ്ടു. അവരിനോട് ചോദിച്ചു, ഇതാരാ? ഞാനാ. എന്താ കയ്യില്? അത് കുറച്ച് ചക്കരയാ, തരുമോ ഒന്ന്? അതിനെന്താ, ഞാൻ തരാമല്ലോ. അപ്പോൾ വീണ്ടും ഒരു എണ്ണക്കാരനെ കണ്ടു. ആ എണ്ണക്കാരനോട് ചോദിച്ചു, ആരാ? ഞാനാ. എന്താ കയ്യിൽ? അത് ഇത്തിരി എണ്ണയാ. അങ്ങനെ മേടിച്ചു. പിന്നും ഒരു പപ്പടക്കാരനുണ്ട്. ആരാ? ഞാനാ. എന്താ കയ്യില്? പപ്പടമാ. പിന്നും ഒരു പഴക്കാരനെ കണ്ടു. അവരോട് പിന്നും ചോദിച്ചു, ആരാ? ഞാനാ. എന്താ കയ്യിൽ? പഴമാ. ഇത്തിരി തരുമോ? അങ്ങനെ ഒരു പൂച്ചക്കുറിഞ്ഞിയാര് അതുകൊണ്ടൊരു വീടുണ്ടാക്കി. അങ്ങനെ കണ്ടം പൂച്ച വന്ന് അവരുടെ കുട്ടികളെ തിന്നു. 5 മക്കളെയും തിന്നു. അങ്ങനെ പൂച്ചക്കുറിഞ്ഞിയാര് വാതില് തുറക്കാൻ എല്ലാ കുട്ടികളോട് പറഞ്ഞു. കുട്ടികൾ തുറന്നില്ല. അപ്പോൾ കുറിഞ്ഞിയാര് വാതിൽ ചൂട്ടിപ്പൊട്ടിച്ചു. അപ്പോൾ കണ്ടം പൂച്ച എല്ലാം തടം വെച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പൂച്ചക്കുറിഞ്ഞിയാർക്കൊരു ബുദ്ധി തോന്നി. പൂച്ചക്കുറിഞ്ഞിയാര് കണ്ടം പൂച്ചന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കണ്ടം പൂച്ച, നമുക്ക് പായസം ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ കണ്ടം പൂച്ച കുതിച്ചിട്ട് പറഞ്ഞു, ഉണ്ടാക്കാമല്ലോ. അങ്ങനെ പൂച്ചക്കുറിഞ്ഞിയാര് ഉണ്ടാക്കി. അയ്യോ, ഇളക്കാൻ കയ്യിലില്ലല്ലോ. ആരുമില്ല. നമുക്ക് നാവുകൊണ്ട് അതിനാണ് നാവുകൊണ്ട് കുടിക്കും ചെയ്യല്ലോ. അങ്ങനെ ഒരു കയറ് പൂച്ചക്കുറിഞ്ഞിയാര് ആ കണ്ടം പൂച്ച അതിൽ തലയിട്ടു. അങ്ങനെ കണ്ടം പൂച്ച മരിച്ചു. പൊള്ളിച്ച് മരിച്ചു. അങ്ങനെ പൂച്ചക്കുറിഞ്ഞിയാര് ആ കണ്ടം പൂച്ചനെടുത്ത് ഇരുന്ന് അതിൻ്റെ പള്ള മുറിച്ച് കുട്ടികളെ എടുത്തു. അങ്ങനെ 5 മക്കളും പൂച്ചക്കുറിഞ്ഞിയാരുടെ മേത്ത് ചാടി കളിച്ചു. താങ്ക് യു.